ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ വിജയപ്രതീക്ഷയോടുകൂടിയാണ് LDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി വീണ്ടും പാലായിൽ മത്സരിക്കുവാൻ ഇറങ്ങിയത്. ആദ്യഘട്ടത്തിലൊന്നും പാലായിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം കാര്യഗൗരവത്തോടുകൂടി ആലോചിച്ചിരുന്നില്ല എന്ന വിലയിരുത്തലുകളും ശക്തമായിരുന്നു. ഒരു പരിധിവരെ ജോസ് കെ മാണിക്ക് മത്സരിക്കുവാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് കേരള കോൺഗ്രസ് അണികൾ പോലും ഇപ്പോൾ പറയുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ ജോസ് കെ മാണിയെ കൂടി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പാലായിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചപ്പോഴും ജോസ് കെ മാണി ഇത് സ്ഥിരീകരിക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം റോഷിയുടെ ഈ പ്രസ്താവനയോടുള്ള അതൃപ്തിയും ജോസിൻ്റെ വാക്കുകളിലൂടെ മാധ്യമങ്ങൾ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഏതൊക്കെയാണെങ്കിലും ജോസ് കെ മാണി വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അവസാന ഘട്ടത്തിൽ കടന്നു വന്നത് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നത്. NDA സ്ഥാനാർത്ഥിയായി BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജിൻ്റെ മത്സരം ഉറച്ചതോടുകൂടിയാണ് ജോസ് കെ മാണിയും നോമിനേഷൻ കൊടുക്കുവാനും കാപ്പനെ ഇത്തവണ തനിക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് എത്തുവാനും തീരുമാനിച്ചത്. ഷോൺ ജോർജിൻ്റെ കടന്നുവരവ് LDF വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കും എന്ന കണക്കുകൂട്ടൽ ജോസ് കെ മാണിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരമ്പരാഗതമായി കേരള കോൺഗ്രസ് വിരോധികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ വോട്ട് ഇത്തവണ കാപ്പനിൽ നിന്ന് ഷോണിലേക്ക് ഒഴുകുമെന്നും ജോസ് കെ മാണി വിശ്വസിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ലഭിച്ച 54,000 വോട്ടുകൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ അവിടെ നിലകൊള്ളുമെന്നും ജോസ് കെ മാണിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഇത്തരത്തിൽ മാണി സി കാപ്പൻ നേടിയ 2021 നേടിയ 70,000 വോട്ടുകളിൽ നിന്ന് 20,000 വോട്ടുകൾ ഷോൺ ജോർജ് പിടിച്ചു മാറ്റുമ്പോൾ 4,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തനിക്ക് വിജയിക്കാമെന്ന ആത്മവിശ്വാസമാണ് ജോസ് കെ മാണിയെ റിസ്ക് എടുത്ത് മത്സരരംഗത്തേക്ക് ഇറങ്ങുവാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ മത്സരഫലം വന്നപ്പോൾ ഏറെക്കുറെ 3,000-ഓളം വോട്ടുകൾക്ക് 2,992 വോട്ടുകൾക്ക് മാണി സി കാപ്പനോട് ജോസ് കെ മാണി പരാജയപ്പെടുകയായിരുന്നു. ഇവിടെ ജോസിൻ്റെ കണക്കുകൂട്ടലിൽ ഒരു വലിയ പാളിച്ച സംഭവിച്ചു. ഷോൺ ജോർജ് കാപ്പൻ്റെ വോട്ടുകൾ മാത്രം പിടിച്ചു മാറ്റുമെന്നാണ് ജോസ് കെ മാണി വിലയിരുത്തിയിരുന്നത്. എന്നാൽ മാണി സി കാപ്പൻ്റെ 20,000-ഓളം വോട്ടുകൾ ഷോൺ ജോർജ് പിടിച്ചു മാറ്റിയപ്പോൾ ജോസ് കെ മാണിയുടെ 7,000-ഓളം വോട്ടുകളും ഷോണിൻ്റെ പാളയത്തിലേക്ക് ഒഴുകി. അതായത് ജോസ് കെ മാണിക്ക് 2021 ലഭിച്ച 54,000 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല. 7,000-ഓളം വോട്ടുകൾ കുറഞ്ഞ് 47,000-ൽ പരം വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടുവാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പാലായിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ചില മണ്ഡലങ്ങളിൽ അവർ പ്രതീക്ഷിച്ചത്ര ലീഡ് നേടുവാനും ജോസ് കെ മാണിക്കും ഇടതുമുന്നണിക്കും സാധിച്ചിട്ടില്ല. ഇതെല്ലാമാണ് ജോസിൻ്റെ പരാജയത്തിനുള്ള കാരണങ്ങൾ എന്ന വിലയിരുത്തലിലേക്കാണ് ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് വൃത്തങ്ങൾ എത്തിച്ചേരുന്നത്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ജോസിൻ്റെ പരാജയത്തിന് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള പാലായിലെ പരാജയങ്ങൾക്ക് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് KM മാണി എന്ന തൻ്റെ പിതാവിനോട് ജോസ് കെ മാണി കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ വഞ്ചനയാണെന്നാണ് നമുക്ക് പറയുവാൻ കഴിയുന്നത്. അതായത് KM മാണിയെ കള്ളനായും കൊള്ളക്കാരനായും തെരുവിൽ അധിക്ഷേപിച്ച ഇടതുമുന്നണിക്കും CPM-നും ഒപ്പമുള്ള ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് മാണിയോടുള്ള വിശ്വാസവഞ്ചനയായിട്ടാണ് KM മാണിയെ സ്നേഹിക്കുന്ന ഒരുപാട് പാലാക്കാർ ഇന്നും നോക്കിക്കാണുന്നത്. അതിനാൽ തന്നെ മാണിയുടെ മകനായിരുന്നിട്ട് പോലും ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യുവാൻ അവർക്ക് വിമുഖതയുണ്ട്. രണ്ടാമതായി ആളുകൾ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആളുകൾ അടക്കി പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ ഭാര്യയായ നിഷ ജോസ് കെ മാണി നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകളാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സൈബർ കൂട്ടം എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട ഭാഷയിൽ രാഷ്ട്രീയ എതിരാളികളെയും രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം നിലകൊള്ളുന്ന പൊതുപ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കടന്നാക്രമിക്കുന്ന ശൈലിയുള്ളവരാണ്. ഏറ്റവും നെറികെട്ട പദപ്രയോഗങ്ങൾ പോലും രാഷ്ട്രീയക്കാരുടെ എതിർ രാഷ്ട്രീയ പാളയത്തിലുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഉയർത്തുവാനും അവർക്കെതിരെ വ്യാജ പ്രചരണം നടത്തുവാനും ഈ സൈബർ കൂട്ടത്തിന് യാതൊരു മടിയുമില്ല. ഇത്തരമൊരു സൈബർ പടയെ ജോസ് കെ മാണിക്ക് വേണ്ടി അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് വേണ്ടി വളർത്തിയെടുത്തതും നിയന്ത്രിച്ചതും നിഷ ജോസ് കെ മാണിയാണെന്നുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തിപരമായ ഭവന സന്ദർശനങ്ങൾ നടത്തുമ്പോൾ നിഷ ജോസ് കെ മാണി രാഷ്ട്രീയം പറയാതെ, തൻ്റെ ഭർത്താവ് കൂടിയായ സ്ഥാനാർത്ഥിയുടെ മേന്മ പറയാതെ, രാഷ്ട്രീയ എതിരാളിയായ മാണി സി കാപ്പനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും അദ്ദേഹത്തിനൊപ്പം നിലകൊള്ളുന്നവർക്കെതിരെയും അപഖ്യാതി പ്രചരണങ്ങൾ നടത്തുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതുപോലെ തന്നെ പാലായിലെ ജനപ്രാതിനിധ്യം തങ്ങളുടെ കുടുംബത്തിൻ്റെ കുത്തക അവകാശമാണെന്നുള്ള നിലയിലുള്ള നിഷയുടെ സംസാര ശൈലിയും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ ചിത്രങ്ങളെല്ലാം കവർ ചെയ്ത്
സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇവരുടെ രാഷ്ട്രീയ ശൈലിക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് നിഷയുടെ കടന്നുവരവുണ്ടായത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ്. പിന്നീട് അവർ പ്രത്യക്ഷപ്പെട്ടത് 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭർത്താവ് ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ വീണ്ടും എത്തിയപ്പോഴാണ്. ഇത്തരത്തിലൊരു സീസണൽ പൊളിറ്റിക്സുമായി കടന്നു വരുന്ന നിഷയുടെ ശൈലിയെക്കുറിച്ചും വ്യാപകമായ എതിർപ്പ് കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തുറന്നു പറയുവാനുള്ള ആർജവം കേരള കോൺഗ്രസ് നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഇല്ല എന്നതും വസ്തുതയാണ്. ഈ ഘട്ടത്തിൽ നിഷയുടെ ഇടപെടലുകളാണ് ജോസ് കെ മാണിയുടെ പരാജയത്തിന് വഴിവെച്ചത് എന്ന തുറന്നു പറച്ചിലുമായി മാധ്യമപ്രവർത്തകനും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള ഷാജൻ സ്കറിയ രംഗത്തെത്തിയിരിക്കുകയാണ്. നിഷ ജോസ് കെ മാണിക്കൊപ്പം വേളാങ്കണ്ണി പള്ളിയിൽ നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റ് രൂപത്തിലാണ് ഷാജൻ സ്കറിയ തൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. നിഷയെ തുറന്നടിച്ച് വിമർശിക്കുന്ന ഷാജൻ സ്കറിയയുടെ വാക്കുകളെ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ പോലും ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് എന്നതും വസ്തുതയാണ്. തങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഷാജൻ സ്കറിയ തുറന്നു പറഞ്ഞതിലുള്ള ആശ്വാസം പല കേരള കോൺഗ്രസ് നേതാക്കളും ഈ ഘട്ടത്തിൽ തന്നെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇനി എന്താണ് ഷാജൻ സ്കറിയ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. ജോസിനൊപ്പം നിഷ നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള പോസ്റ്റിന് താഴെ ഷാജൻ സ്കറിയ ഇത്തരത്തിലാണ് കമൻ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മാഡം സോഷ്യൽ മീഡിയയിൽ തള്ളുന്നത് നിർത്തുക. പോഷ് ലൈഫ് സ്റ്റൈൽ FBയിൽ ഇടുന്നതാണ് തോൽവിയുടെ പ്രധാന കാരണം. രാഷ്ട്രീയ സാമൂഹിക പ്രതികരണങ്ങൾ, മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഒതുങ്ങുക. നിങ്ങളുടെ പേഴ്സണൽ യാത്രകൾ, ആഘോഷം, ജീവിതം അതൊന്നും ആർക്കും പിടിക്കില്ല എന്നറിയുക. മാഡത്തിൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയാണ് ജോസിൻ്റെ ബാഡ് ഇമേജിൻ്റെ മൂലകാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജൻ സ്കറിയ തൻ്റെ കമൻറ്റ് അവസാനിപ്പിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഷാജൻ സ്കറിയയുടെ ഈ തുറന്നു പറച്ചിൽ കേരള കോൺഗ്രസിൽ ജോസ് കെ മാണിയെങ്കിലും പരിഗണിക്കേണ്ടതാണ്. നിഷ ജോസ് കെ മാണി എന്ന തൻ്റെ പത്നിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും ഗിമ്മിക്കുകളും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നും അത് യഥാർത്ഥത്തിൽ അവരെ മാത്രമല്ല ജോസ് കെ മാണിയെപ്പോലും ഒരു പരിഹാസ്യ കഥാപാത്രമാക്കുക ആണ് എന്നുള്ള സത്യവും ജോസ് കെ മാണി തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇനിയും ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 2031 മാണി സി കാപ്പൻ മത്സരരംഗത്തുണ്ടാവില്ല എന്ന പ്രഖ്യാപനം നടത്തിയതോടെ ഭൂമിയിലേക്ക് ഇറങ്ങി ഭാര്യയെ അകറ്റി നിർത്തിക്കൊണ്ട് ജോസ് കെ മാണിക്ക് പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിച്ചേക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിഷ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷ ജോസ് കെ മാണി ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ അവർ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയത്തിൻ്റെ ഭാരം അവരുടെ മുഖത്ത് വ്യക്തമാണ്. അവർ പറയുന്നതനുസരിച്ച് ഈ പരിഹാസങ്ങൾക്കപ്പുറം ഇനിയുള്ള ദിവസങ്ങളിൽ പരാജിതരായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരെയും പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നേരെയും രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കഴിയുന്നതും സ്ഥാനാർത്ഥികളുടെ കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളിൽ TV-യിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും അകറ്റി നിർത്തണമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുള്ളവരല്ല, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ അർഹതയുള്ളവരാണെന്ന് നിഷ ജോസ് കെ മാണി ഈ വീഡിയോയിൽ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ നിഷ ജോസ് കെ മാണി മറന്നുപോയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ബോധപൂർവം മറച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആളുകൾ കമൻറ്റ് രൂപേണ ഈ വീഡിയോയിൽ തന്നെ കുറിച്ചിട്ടുമുണ്ട്. അതിൻ്റെ സാരാംശം ഇത്രയുമേ ഉള്ളൂ. 2006-ലും 2011-ലും 2016-ലും മാണി സി കാപ്പൻ പരാജയപ്പെട്ടു പോയപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വേളയിൽ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും നടത്തിയ വ്യക്തിഹത്യയെക്കുറിച്ച് നിങ്ങൾ പറയാത്തതെന്ത് എന്ന ചോദ്യം ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നുണ്ട്. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ നിലകൊള്ളുന്ന ആളുകൾക്കെതിരെ സൈബർ അറ്റാക്കുകൾ നടത്തുന്ന നിഷ ജോസ് കെ മാണിക്ക് ഇത് പറയുവാൻ എന്ത് യോഗ്യതയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ചിലരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാപ്പൻ്റെ വാർത്തയ്ക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുവാൻ നിഷ ജോസ് കെ മാണിയുടെ മകനായിട്ടുള്ള കുഞ്ഞുമാണി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്ന വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഈ വീഡിയോയിൽ കമൻ്റായി പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിഷ ജോസ് കെ മാണിയുടെ എല്ലാ പൊള്ളത്തരങ്ങളും ഈ ദിവസങ്ങളിൽ പൊളിഞ്ഞടുങ്ങുകയാണ്. ഷാജൻ സ്കറിയെ പോലൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകനടക്കം ഈ തുറന്നു പറച്ചിൽ നടത്തിയത് കേരള കോൺഗ്രസ് നേതാക്കളെ ആഹ്ലാദപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇത് എത്രമാത്രം പാർട്ടിക്കുള്ളിൽ ചർച്ചയാക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ആശങ്കയും അവർക്കിടയിൽ നിലനിൽപ്പുണ്ട്. പതിവ് പോലെ തന്നെ പ്രതിലോമകമായ വിലയിരുത്തലുകൾ നടത്തി കടുത്ത പോരാട്ടം നടത്തി പരാജയപ്പെട്ട ജോസ് കെ മാണിക്ക് അടുത്ത തവണ തിരിച്ചു വരുവാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുമായി മുന്നോട്ട് പോയാൽ നിഷ ഈ ശൈലിയുള്ള പൊതുപ്രവർത്തന
പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയാൽ ആത്യന്തികമായി കേരള കോൺഗ്രസിൻ്റെ അടിവേര് തങ്ങളുടെ ഏറ്റവും കുത്തക സീറ്റായിട്ടുള്ള KM മാണി അരനൂറ്റാണ്ടുകാലം സംരക്ഷിച്ചു പോന്നിട്ടുള്ള പാലായിൽ നഷ്ടപ്പെടുമെന്ന് ഭയമുള്ളവർക്ക് ഈ ഒരു പ്രസ്താവന വലിയ ആശ്വാസമായി എന്നത് സത്യമാണ്. എന്നിരുന്നാൽ പോലും താൻ അടങ്ങിയിരിക്കുവാൻ തയ്യാറല്ല എന്ന നിഷ ജോസ് കെ മാണിയുടെ അമിത ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും അവർക്ക് തലവേദനയായി നിലകൊള്ളുന്നത്. ഏതൊക്കെയാണെങ്കിലും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകർക്കായി തുറന്നു പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.